ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് പച്ചക്ക മെഴുക്ക് വരട്ടിയുടെ ഒരു റെസിപ്പിയുമായാണ്. പച്ചക്ക കൊണ്ട് അവിയൽ വെക്കാറുണ്ട്, തോരൻ വെക്കാറുണ്ട് അല്ലേ. ഇനി നമ്മളിത് ഇതുപോലൊന്ന് ചെയ്തു നോക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഈ പച്ചക്ക അവിയൽ കഴിക്കാത്തവര് പോലും ഇതുപോലെ ചെയ്തു വെച്ചാൽ കഴിക്കും. അതിനായിട്ട് നമ്മൾ 2 പച്ചക്ക എടുത്തിട്ടുണ്ട്. 2 സൈഡും കട്ട് ചെയ്ത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇനി നമുക്ക് വെള്ളത്തിലോട്ടിടാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കറുത്തു പോകും. അതിനായിട്ട് നമുക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടി വന്നപ്പം നമ്മൾ സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ. ഇനി 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല, പിന്നെ ഉപ്പിടത്തോളൂ. ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ സവാള അങ്ങ് വെന്ത് പോകും. അതുകൊണ്ടാണ് ഉപ്പിടാത്തത്. ഒന്ന് മൊരിയുന്നത് നല്ലതല്ലേ. ഇനി അടുത്ത അതിലേക്ക് പച്ചക്ക അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി തീയൊക്കെ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം. നമ്മൾ നേരത്തെ ഉപ്പിടരുത്. വേണ്ട, ഇനി ഇട്ട് കൊടുക്കാം ഉപ്പ്. തീയൊന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ തൊലി അങ്ങ് കളഞ്ഞത് കൊണ്ട് പെട്ടെന്ന് വേവും. തൊലിയോടുകൂടിയാകുമ്പോൾ പെട്ടെന്ന് വേവത്തില്ല. കണ്ട എന്താ കളറ്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കാണാനും ഭംഗിയാ, കഴിക്കാനും ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.